ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ ജോലി എന്താണെന്ന് കാണിച്ചു തരാനാണ്. വീട്ടിൻ്റെ അടുത്തുള്ള തെങ്ങായതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കണ്ടില്ലേ ചേട്ടൻ്റെ ജോലി? തേങ്ങ വെട്ട്, മരം മുറിപ്പ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ജോലിക്കും എൻ്റെ ചേട്ടൻ പോവും. എല്ലാ ജോലിക്കും അതിൻ്റേതായ റെസ്പെക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ എല്ലാ ജോലിക്കും ചെയ്യും. അങ്ങനെ എൻ്റെ ചേട്ടൻ കഷ്ടപ്പെട്ട് തെങ്ങിൽ കയറാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് അടുത്ത് വന്ന് എടുക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചത്. ഞാൻ വീട്ടിൻ്റെ അടുത്തുനിന്ന് സൂം ചെയ്താണ് ഈ തെങ്ങിന് എടുത്തത്. കാരണം നമ്മൾ ഇത്ര നേരം തെങ്ങിൻ്റെ മൂട്ടിൽ നിന്നാൽ ചിലപ്പം എപ്പോൾ പണി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൻ്റെ അടുത്തുനിന്ന് അത് വെയിലും കൂടിയാണ്. പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഈ സൂം ചെയ്താണ് ഞാൻ തെങ്ങ് കയറുന്ന വീഡിയോ എടുത്തത്. ഓരോ തെങ്ങ് കയറിയിട്ട് വരുമ്പോൾ ചേട്ടൻ ദേഹത്ത് ആട്ടാമ്പുഴു, എറമ്പ് എന്നീ ഇതൊക്കെ കടിച്ച് ചൊറിഞ്ഞായിരിക്കും ചേട്ടൻ കയറി വരണത്. തളർന്ന് വേർത്തൊക്കെ ആയിരുന്നു ചേട്ടൻ കയറി വരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ യൂട്യൂബിലെ വീഡിയോയും ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് ചേട്ടനെ സഹായിക്കാൻ പറ്റണമെന്നാണ് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നതും. എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ എൻ്റെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും ചേട്ടന് കൊടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടോടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. കണ്ടില്ലേ, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും ഇതുപോലത്തെ ടാസ്ക് പിടിച്ച ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മനുഷ്യനും ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളും കഷ്ടപ്പെടുന്നത്. തെങ്ങിൻ്റെ അങ്ങോട്ട് പോകുമ്പം ചിലപ്പോൾ പരുന്തൊക്കെ കൂടി വെച്ചിരിക്കുന്നത് പരുന്തിൻ്റെ കൊത്തും കാക്കയുടെ കൊത്തും അണ്ണാൻ്റെ കടിയൊക്കെ കൊള്ളേണ്ടി വരും. ചിലപ്പോഴൊക്കെ ചില സമയത്ത് ചിലയിടത്തൊക്കെ പോകുമ്പോൾ ഈ പരുന്ത് കൂട് വെച്ചിട്ട് 10-30 പരുന്തൊക്കെ വന്ന് തലയിൽ ചിലപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചായിരിക്കും കയറാൻ പോകുന്നതെന്ന് പറയണ കേട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പം ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇങ്ങനെ ആദ്യം ചേട്ടൻ്റെ പാരമ്പര്യ തൊഴിലൊന്നുമല്ല, ചേട്ടൻ ഇതിൽ എത്തിപ്പെട്ടതാണ്. കാരണം കൊറോണയൊക്കെ സംഭവിച്ച ജോലിയൊക്കെ ഒരുമാതിരി ബാക്കോട്ട് അടിച്ച് വന്നപ്പം ചേട്ടൻ വിചാരിച്ച് തെങ്ങിൽ അങ്ങനെ ആരും കയറാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് നോക്കട്ടെ എന്ന് പറഞ്ഞാണ് കയറിയത്. അങ്ങനെ അത് 4 വർഷമായി തെങ്ങ് കയറുന്നു. ദൈവത്തിൻ്റെ കാരണത്തിൽ ഇങ്ങനെ അങ്ങ് പോട്ടെ. കണ്ടില്ലേ എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ പണിയും ചെയ്യുന്നത്. അവിടെ നിൽക്കുമ്പോഴേക്കും ഉറുമ്പിൻ്റെ കടിയും ആട്ടാമ്പുഴുവും എല്ലാം കൂടെ കടിച്ച് വേർപ്പിൻ്റെ ചൊറിച്ചിലൊക്കെ ആകുമ്പോൾ ഒരു ബഹളം തന്നെയായിരിക്കും. വന്ന് എങ്ങനെയെങ്കിലും വീട്ടിനകത്ത് കയറിയാൽ മതി എന്നായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ തേങ്ങ വെട്ടി കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ തെങ്ങിനിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ പൊക്കമുള്ള തെങ്ങിലൊക്കെ ചിലപ്പോൾ ചേട്ടൻ കയറും, ചിലപ്പോൾ ചേട്ടൻ കയറിയില്ല. കാരണം അത് ചേട്ടൻ്റെ മനസ്സിൽ തോന്നണം, കയറുമ്പോൾ കുഴപ്പമുണ്ടോ കുഴപ്പമില്ല എന്നൊക്കെ തോന്നുന്ന പോലെയായിരിക്കും ചേട്ടൻ ഓരോ തെങ്ങിനും കയറുന്നത്. നോർമൽ ഒരു തെങ്ങിലൊക്കെ ചേട്ടൻ കയറും. ഇതാണ് തെങ്ങ് കയറ്റം. അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.